സത്യം പറയട്ടെ ഇത് ഇളകി വരുന്നില്ല. എന്താ ഇത് വരാത്ത? അങ്ങനെ സിമ്പിൾ അല്ലേ, വൈറലായ ഒരു ഐറ്റം ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ടാങ്ക് പുഡിങ്. ടാങ്കിൻ്റെ പുഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളും കെറ്റലിനകത്ത് ഉണ്ടാക്കാമല്ലോ. സിമ്പിൾ അല്ലേ സാധനം എന്ന് വെച്ചിട്ട് നമ്മളും ട്രൈ ചെയ്ത് നോക്കി. അളവെല്ലാം ഭയങ്കര സിമ്പിളാണ്. എല്ലാം 3 കണക്കാണ്. കോൺഫ്ലവർ 3 സ്പൂൺ വേണം, പിന്നെ ടാങ്ക് 3 സ്പൂൺ വേണം, പഞ്ചസാര 3 സ്പൂൺ വേണം, ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതേപോലെ തന്നെ സെയിം നമ്മൾ പാൽപ്പൊടി വെച്ചും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേവിച്ചതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ ഇനി സെറ്റ് ചെയ്യുന്ന പരിപാടിയും കൂടെ ഉള്ളു. അങ്ങനെ രണ്ടും കൂടെ നമ്മൾ കമത്തി ഒഴിച്ചിട്ട് താണ്ട് ഈ ഒരു ഡിസൈൻ ഒക്കെ ആക്കി എടുത്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിറ്റേ ദിവസം കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചാൽ പോയി ട്രൈ ചെയ്ത് നോക്കാന്ന്. ദൈവമേ പണി പാളിയോന്ന് പിന്നെ കമത്തി. പക്ഷേ ഞാൻ പറയാമല്ലോ, ടേസ്റ്റ് ഒരു കാശിനും കൊള്ളില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ഫ്ലേവറിലെ ടാങ്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പുഡിങ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ കൂട്ടത്തേക്കുന്നവൾക്ക് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതും ഇഷ്ടപ്പെട്ടു. ടാങ്കിന്റെ ഫ്ലേവറും പാലിന്റെ ഫ്ലേവറും ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ കൊള്ളത്തില്ല. നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കണ്ട, സത്യം കൊള്ളത്തില്ല. ഇവിടെ ഒരാഴ്ച ചായന്റെ പാൽപ്പൊടിയാണ് ഈ പ്ലേറ്റിൽ കിടന്ന് ചാടി മറിയുന്നത്. എന്തായാലും എന്റെ സ്ട്രെസ് ലെവലെങ്കിലും കുറയട്ടെ.